നമ്മൾ അവസരം കൊടുക്കാതെ ലോകത്തൊരാൾക്കും നമ്മളെ ചതിക്കാനാവില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു നുണ പറഞ്ഞു, നിങ്ങൾ പലതും ജെനുവിനായിട്ട് പറയുന്നു വിശ്വസിക്കുന്ന ആളുകൾ കുറച്ചുണ്ടായിരുന്നു. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊന്നും എരുന്നില്ല എന്ന് ഞാൻ പറയും. ക്യാൻസർ വന്നു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഒരു പണപ്പിരിവ് കൂടി നടത്തിയിരുന്നു. അതങ്ങനെ നടത്തിയിരുന്നു പറയുന്നുണ്ടായി. ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളൂ, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഏതോ ഇന്റർവ്യൂവിൽ ആര് പറയുന്നു, ഈ ആറാട്ടന്റെ വീടാണ് ഈ അധോലോകത്തിന്റെ കേന്ദ്രമാണ്. മുകളിലും താമസിച്ചിട്ടുണ്ട് വരാ ഈ അഭിലാഷാറ്റയും പെരേരയും എല്ലാം വന്ന് താമസിച്ചിട്ടുണ്ട്. ഇമാതിരി ടീമിൽ എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയിരിക്കും. അണ്ണന് ശരിക്കും ഇപ്പൊ ഈ കിട്ടിയ ഫെയിം ഇതെല്ലാം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഫെയിം ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ ഉദ്ദേശിച്ച ഫെയിം ഈ ഫെയിം അല്ല. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഒരു ഗോമാളി ആരതല്ല. ഞാൻ ആഗ്രഹിച്ച ഫെയിം ഒരു ഇന്റലക്ച്വൽ ഫെയിമാണ്. നീ നോക്കിയിരുന്നോ, ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? എന്തൊരു തള്ളണത്. പക്ഷേ പൊതുവെ ബിഗ് ബോസിൽ വിളിക്കാൻ എനിക്ക് വലിയ അഭിപ്രായമില്ല. അങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു? ഞാൻ വിളിച്ചാലും പോലെ, കാരണം കാരണം എനിക്ക് PAT ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. രണ്ട് മദർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഈ രണ്ട് കാരണം എനിക്ക് പോകാൻ പറ്റില്ല. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിൽ പൂ വെച്ച് കളിക്കവളെ നാളെ വരും. വക്രത ബുദ്ധി ആണെങ്കിൽ പെരേരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. പുള്ളി അതിന്റെ ആളാണ്. നിനക്കും സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങി അടുത്തൊരു കരുണാകരനോ മറ്റൊരു ആളാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോകണ്ട. കരുണാകരന്റെ പോലെ ചാണക്യം ഈ രാഷ്ട്രീയത്തിൽ കയറാൻ പറഞ്ഞു. പുള്ളി ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലെത്തും. ഉറപ്പാണ്. ഒരു മിനിസ്റ്റർ ലെവലിലേക്ക് എത്തും. എന്ത് വേണോ അത് മാത്രമല്ല ഖജനാവ് കാലിയാവും ചെയ്യും. നല്ല സത്യം പറയില്ല. വാ തുറന്ന കള്ളം പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കള്ളം പറഞ്ഞു. അണ്ണനും കള്ളല്ലേ പറയുള്ളൂ. ഇപ്പൊ ക്യാൻസറിന്റെ ഇഷ്യൂ നന്നായിട്ടുണ്ട്. ആ ഒരു കള്ളം മാത്രം പറഞ്ഞു. ഒറ്റ കള്ളം കള്ളം മതിയില്ലേ? അല്ലാതെ ഞാൻ കള്ളം പറയാറില്ല. വിഷം കളിക്കൂലേ? നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. അണ്ണൻ എത്രത്തോളം ബുക്കുകൾ വായിച്ചിട്ടുണ്ട്? എനിക്ക് വായനയുണ്ട്. 2000 ബുക്കുകൾ കളക്ഷൻ ഉണ്ട് എൻ്റെ. ഒരു 2000 ബുക്കുകൾ. വായനക്കാട്ട് കൂടുതൽ ചിന്തയുണ്ട്. വായനയും ചിന്തയാണ്. എനിക്ക് ചിന്തിക്കാൻ കൂടുതൽ ഇഷ്ടം വായനയുണ്ട്. രണ്ടും വേണം. ഇല്ല, സത്യമാണ്. ഇപ്പോഴും മലയാള സിനിമ ഉപയോഗിക്കാത്ത, മര്യാദയ്ക്ക് വേണ്ട വിധം ഉപയോഗിക്കാത്ത ഒരു നടനാരാ? നെടുപിടി വേണ്ടി പിന്നെ കുറച്ച് നെടുപിടി പണ്ട് കാസ്റ്റായി ഒരു വയസ്സിനുള്ള ടൈപ്പ് കാസ്റ്റായി. അണ്ണൻ കടയില് ഏറ്റവും നല്ല മനുഷ്യനാരാ? അതെന്റെ ഫാദറാണ്. ബെസ്റ്റ്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ഒരു 50,000 രൂപ അവാർഡ് കിട്ടാൻ പോയത് അവിടെ? അത് മായി മാറ്റി വരാ 50 രൂപ തത്തിലാണെങ്കിൽ ഇതുണ്ടാക്കി തരാം. മന്ത്രിനെ ആദരവ് വാങ്ങിച്ചു തരാം. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? നട്ടാക്കുരുക്കത്തെ നുണകള് പറയില്ല ഇവന്റെ ഹോബി. ഉദയം നോക്കിയാൽ ഇവരുടെ കാര്യമായി കഷ്ടമാണ്. ഇവർക്ക് ഫിനാൻഷ്യലി വളരെ ജോലിക്ക് പോയിക്കൂടെ? തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായം വല്ല പണിക്ക് പോയിക്കൂടെ?